ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗണിതശാസ്ത്രത്തിലെ ഒരധ്യായമായ ഘനരൂപങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പം സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വാക്കാണ് ഘനരൂപം. എന്താണ് ഘനരൂപങ്ങൾ അഥവാ സോളിഡ്സ്? ത്രിമാന രൂപങ്ങളെയാണ് സാധാരണയായിട്ട് ഘനരൂപങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ത്രിമാന രൂപം? അതിന് നീളം, വീതി, ഉയരം എന്ന 3 അളവുകളുണ്ട്. അത്തരം രൂപമാണ് ത്രിമാന രൂപങ്ങൾ. എന്ന് വെച്ചാൽ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ്, ഒബ്ജക്ട്സ് ആണ് ഘനരൂപങ്ങൾ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഘനരൂപങ്ങളാണ് അല്ലേ? അതിൻ്റെ നീളവും വീതി ഉയരത്തില്ലേ? അപ്പോഴെന്താണ് ദ്വിമാന രൂപങ്ങൾ? നീളവും വീതിയും മാത്രമുള്ളൂ. അപ്പോൾ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ അത്തരം രൂപങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുണ്ടാവണം. അതായത് ഒരു കടലാസിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന ചിത്രങ്ങൾ, ടെലിവിഷനിൽ കാണുന്ന ചിത്രങ്ങൾ, മൊബൈലിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ ദ്വിമാന രൂപങ്ങളാണ്. അതിന് നീളവും വീതിയുള്ളൂ. അതിന് ഘനം അഥവാ എന്താ പറയുക, തിക്നെസ് എന്ന് പറയുന്നതില്ല. അപ്പം നമുക്ക് ഏറ്റവും ലഘുവായിട്ടുള്ള, നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഘനരൂപമാണ് ക്യൂബ്, ഒരു സമചതുര കട്ട. അതിനെക്കുറിച്ചാവാം ആദ്യം തന്നെ. അപ്പോൾ ഈ ക്യൂബിനെ പറ്റിയിട്ടൊക്കെ 8ാം ക്ലാസ്സിലെ കുട്ടികളിലൊക്കെ പഠിപ്പിക്കാൻ കാരണം ഈ ക്യൂബ് എല്ലാവർക്കും സുപരിചിതമാണ്. എന്തായിരിക്കും? നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഓലപ്പന്ത് ഉണ്ടാക്കി പരിചയമുണ്ട്. അപ്പോൾ ഓല കൊണ്ട് നിർമ്മിക്കുന്ന ഈ കുഞ്ഞി പന്ത് ഒരു ത്രിമാന രൂപ. അതുപോലെ ഇന്ന് ഒരു ക്യൂബിൻ്റെ 6 വശങ്ങളും 6 പ്രത്യേക കളറിലാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ട് എല്ലാം ഒരേ വർണ്ണത്തിലാക്കാൻ, അതായത് ഒരു വശത്ത് ഒരു കളറ് മാത്രമേ പാടുള്ളൂ എന്ന ഒരു കളിയൊക്കെ ഉണ്ടല്ലോ. ക്യൂബ് ഇങ്ങനെ തിരിച്ചിട്ട് ആ കളിയിലൊക്കെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്യൂബിനെ കുറിച്ചൊക്കെ നല്ല ഒരു ബോധം കുട്ടികളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്യൂബ് എന്ന ഒരു ആശയം കൊണ്ടുവന്നത്. ആദ്യമായിട്ട് എന്താണ് ക്യൂബ് എന്ന് നോക്കാം. ഇതിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാ വശങ്ങളും തുല്യമാണ്. നീളവും വീതി ഉയരമൊക്കെ ഉണ്ടെങ്കിലും അവ തുല്യമാണ്. അപ്പോൾ അതിന് ഒരളവേ ശരിക്കുള്ളൂ അല്ലേ? ആ അളവിനെ നമുക്ക് എ എന്ന് സങ്കല്പിക്കാം. വശത്തിൻ്റെ നീളം എ ആണ്. അത് ചില ബുക്കിൽ എല്ലെന്ന് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിപ്പോൾ എ ആക്കാം. അപ്പോൾ ഇതിന് എത്ര മുഖങ്ങളുണ്ട്? ഇതിനെ കേട്ടോ മുഖം എന്ന് പറയാം. 6 മുഖമുണ്ട്. അതായത് ഇതൊരു അറുമുഖനാണ്. ഈ അറുമുഖന് ത്രിമാന രൂപമായതുകൊണ്ട് 2 അളവുകളുണ്ട്. അതിന് ആകെ ഉപരിതല വിസ്തീർണം, അതായത് ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ട്. അതുപോലെ വ്യാപ്തം, സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് നമ്മൾ വ്യാപ്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 2 കാര്യങ്ങളും ഈ ക്യൂബിനുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ ആകെ ഉപരിതല വിസ്തീർണം, ഇപ്പോൾ നമ്മളെ സ്റ്റേറ്റ് സിലബസിലൊക്കെ പരപ്പളവ് എന്ന് പറയാം. അപ്പോൾ ആകെ പരപ്പളവ് കാണാനൊക്കെ എന്താ ചെയ്യുക? അത് വളരെ എളുപ്പമാണ്. കാരണം ഇതിന് നീളവും വീതിയും എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ എ ഗുണിക്കണം എ, അതായത് എ സ്ക്വയർ. അപ്പോൾ ഒരു വശത്തിൻ്റെ പരപ്പളവ് എ സ്ക്വയർ ആണ്. അപ്പോൾ 6 വശത്തിൻ്റെ പരപ്പളവ് എന്താ? അതിന് 6 കൊണ്ട് ഗുണിച്ചാൽ മതി.
6a² അഥവാ 6a² ആണ് ഇതിൻ്റെ TSA, ടോട്ടൽ സർഫസ് ഏരിയ. ഇതിൻ്റെ വ്യാപ്തം അതിൽ എളുപ്പമാണ്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. അപ്പം വ്യാപ്തം എന്ന് പറഞ്ഞാൽ A ഗുണിക്കണം A ഗുണിക്കണം A. അപ്പോൾ A³ ആണ് ഇതിൻ്റെ വ്യാപ്തം. പിന്നെ ഇതിന്ന് ഈ PSC ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്യൂബിൻ്റെ ഉപരിതല പരപ്പളവും വ്യാപ്തവും തുല്യമാണെങ്കിൽ അതിൻ്റെ വശത്തിൻ്റെ നീളം എത്ര? എനിക്ക് തോന്നുന്നത് നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പഠിച്ച സമവാക്യം 6a² = a³. അപ്പോൾ ഒരു സമവാക്യത്തിൻ്റെ അപ്പുറം അപ്പുറം ഒരേ അക്ഷരങ്ങൾ അല്ലെങ്കിൽ സംഖ്യകൾ ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ 6 = a എന്ന് കിട്ടും. അതായത് ഒരു വശത്തിൻ്റെ നീളം 6 ഒരു ക്യൂബിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ വ്യാപ്തവും ഉപരിതല പരപ്പളവും ഒന്ന് തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ഒരാളൂടെ ഉണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടാം. ഇതാണ്. ഇതിന് ചെറിയ പ്രത്യേകതയേ ഉള്ളൂ. ഉയരം മറ്റേ നേരത്തെ കട്ടേൻ്റെ ഇരട്ടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുമോ? സമചതുര സ്തംഭം. ഇംഗ്ലീഷ് നമുക്ക് ക്യൂബോയിഡ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വ്യത്യസ്ത അളവുകളൊക്കെ ഉണ്ട്. ഒന്ന് വ്യാപ്തവും മറ്റൊന്ന് ആകെ ഉപരിതല പരപ്പളവും. അതെന്താണെന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ഇതിനെ നേരത്തെ സൂചിപ്പിച്ച അതേപോലെ തന്നെ 6 മുഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്തംഭത്തിൻ്റെ പേര് കൊടുക്കുന്നത് അതിൻ്റെ ഈ അഗ്രമുഖത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പം സമചതുരായതുകൊണ്ട് സമചതുര സ്തംഭം, ഇംഗ്ലീഷിൽ ക്യൂബോയിഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ആകെ ഇതിൻ്റെ ഉപരിതല പരപ്പളവ് കാണാനുള്ള സൂത്രം എന്താണെന്ന് നോക്കാം. അപ്പോൾ തൽക്കാലം ഇത് തുല്യമല്ല എന്ന് വിചാരിക്കുക. ABC അല്ലെങ്കിൽ LBH, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ സൂത്രം ഉപയോഗിക്കാൻ പോകാം. ഇതിന് ഈ ഭാഗത്ത് കാണുന്ന മുഖങ്ങളുടെ പേരാണ് പാർശ്വമുഖം. അപ്പോൾ പാർശ്വമുഖ പരപ്പളവ് കണ്ടിട്ട് 2 അഗ്രമുഖ പരപ്പളവ് കൂട്ടിയാൽ മതിയല്ലോ. അതാണല്ലോ എളുപ്പം. അപ്പോൾ ഇതിന് ചുറ്റളവ് എന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ചുറ്റളവ്? 4 വശങ്ങളുടെ നീളങ്ങൾ കൂട്ടിയാൽ മതിയല്ലോ അല്ലേ? അപ്പം ഒക്കെ ഡബിളാണ്. 2 നീളം 2 വീതി. അപ്പോൾ 2 എന്ന ആളെയും കൊണ്ട് പുറത്തേക്ക് എടുത്ത് കോമൺ ഫാക്ടറാണ്, പൊതുഘടകം. ബ്രാക്കറ്റ് തുടങ്ങുക. 2 × a + b, അതാണ് ഇതിൻ്റെ ചുറ്റളവ്. അതിനതിൻ്റെ ഉയരം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 × a + b × ഹൈറ്റ്. അപ്പോൾ എന്ത് കിട്ടി? പാർശ്വതല പരപ്പളവ് കിട്ടി. അതിൻ്റെ കൂടെ 2 അഗ്രമുഖ പരപ്പളവ് കൂട്ടുക. അതായത് 2LB കൂട്ടിയാൽ ആകെ പരപ്പളവ് കിട്ടും. അപ്പോൾ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. 2 × L + B × H + 2LB. പിന്നെ ഇതിൻ്റെ വ്യാപ്തം, നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. അപ്പോൾ 2 വേണ്ട, LBH എടുത്താൽ മതി. LBH ആണ് ഇതിൻ്റെ വ്യാപ്തം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് ഉപയോഗിച്ചിട്ട് കുറേ കണക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പിന്നീടാവാം. ഇനി നമുക്ക് മറ്റൊരാളെയും കൂടി പരിചയപ്പെടാം. ഇത് നേരത്തെ പറഞ്ഞ വേണം എല്ലാവർക്കും കണ്ടു പരിചയമുള്ള ഒരു രൂപ. ഇതിൻ്റെ പേരാണ് സിലിണ്ടർ. സിലിണ്ടർ എന്നാണ് പറയാം.
അഥവാ വൃത്തസ്തംഭം. വൃത്താണല്ലോ പാദമുഖം, അതുകൊണ്ട് ഇതിൻ്റെ പേര് വൃത്തസ്തംഭം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ഒറ്റ വക്രതലേ ഉള്ളൂ. അതുപോലെ 2 അഗ്രമുഖങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ ആകെ ഉപരിതല പരപ്പളവ് വിസ്തീർണം കാണാൻ എളുപ്പമാണ്. ചുറ്റളവ് എന്താണെന്നറിയാം, 2πr. അപ്പോൾ r എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആരാണ് കേട്ടോ. അതായത് വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. അപ്പം അത് കിട്ടും 2πr. അപ്പം ചുറ്റളവ് കിട്ടി. അതിനെ h കൊണ്ട് ഗുണിച്ചാൽ നമുക്കിതിൻ്റെ പാർശ്വതല പരപ്പളവ് കിട്ടി. പിന്നെ 2 അഗ്രമുഖ പരപ്പളവ് 2 ഗുണം πr². ആകെ പരപ്പളവ് 2πrh കൂട്ടണം 2πr². അപ്പോൾ ഇതിൻ്റെ ആകെ പരപ്പളവ് കിട്ടി. ഇനിയുള്ളത് വ്യാപ്തം എന്ന ആശയമാണ്. വ്യാപ്തം കാണാൻ എളുപ്പമാണ്. അഗ്രമുഖ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അത് πr²h ആണ് ഇതിൻ്റെ വ്യാപ്തം. പിന്നെയുള്ളത് ഗോളം. ഈ ഗോളം ഒരു നിസ്സാരക്കാരനല്ല. ഇത് പ്രകൃതിയുടെ വരദാനാണെന്നൊക്കെ പറയാം. എന്താ? ഏറ്റവും കുറഞ്ഞ പ്രതല വിസ്തീർണമുള്ള ഒരു രൂപമാണ് ഗോളം. അതുകൊണ്ടാണ് പ്രകൃതിയിൽ ഫലങ്ങൾ, ഫ്രൂട്ട്സൊക്കെ മിക്കവാറും ഗോള രൂപത്തിലെത്തുന്നത്. അപ്പം എന്താണ് ഗോളരൂപത്തിലാവാൻ കാരണം? അതിൻ്റെ ഉപരിതല വിസ്തീർണം കുറച്ചാൽ എന്താ നേട്ടം? ബാഷ്പീകരണം മൂലം ഉണ്ടാകുന്ന ജലാംശം തടയാൻ പറ്റും. ഉദാഹരണം, നമ്മൾ നാരങ്ങകളൊക്കെ എടുത്ത് നോക്കുക, എല്ലാം ഗോളല്ലേ. അതേപോലെ നെല്ലിക്ക, ചിലതരം മുന്തിരികൾ, ഒക്കെ നമുക്കറിയാത്ത എത്രയോ പഴങ്ങളുണ്ട്. അതൊക്കെ ഗോളരൂപത്തിലാണ്. പിന്നെ ഒരു മഴത്തുള്ളി അല്ലെങ്കിൽ ജലത്തുള്ളികളൊക്കെ ഗോളരൂപത്തിലാണ്. അപ്പം ജലത്തിന് സർഫസ് ടെൻഷൻ, പ്രതലബലം എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ആ ടെൻഷൻ കാരണം അതെന്ത് ചെയ്യും? അതിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കാനായിരിക്കും ആ ഫോഴ്സ് പ്രവർത്തിക്കുക. അതുകൊണ്ട് അത് ഗോളരൂപത്തിലേക്ക് വരും. ഇപ്പം ഗോളം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല എന്നിപ്പോൾ ബുദ്ധിയായില്ലേ. ഇനി ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ വ്യാപ്തമുണ്ട്, ഉപരിതല പരപ്പളവൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ അഗ്രമുഖം എന്നൊന്നും പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അത് വലിയ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന ഒരു വിഭാഗം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ റെഡിമെയ്ഡ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുക. അതായത് 4πr² ആണ് ഇതിൻ്റെ പരപ്പളവ്. അതേപോലെ വ്യാപ്തം 4/3 πr³ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്ര രൂപങ്ങൾ പഠിച്ചു? നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ക്യൂബിനെ പറ്റി പഠിച്ചു. പിന്നെ സമചതുര സ്തംഭത്തെ പറ്റി പഠിച്ചു. പിന്നെ സിലിണ്ടറിനെ പറ്റി പഠിച്ചു. പിന്നെ ഗോളത്തെക്കുറിച്ചും പഠിച്ചു. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത് മതി. കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ബോറടി. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും നമസ്കാരം.